ആരാണ് പരിശുദ്ധാത്മാവ്? എല്ലാവർക്കും പരിശുദ്ധാത്മാവ് എന്നാൽ എന്തെന്നറിയില്ല. എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമല്ല, അവനൊരു ശക്തിയാണ്. അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അവൻ ദൈവമാണ്. ആരാണ് പരിശുദ്ധാത്മാവെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായി എന്തിനു വേണ്ടിയിട്ട് നമ്മളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. ഈ ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞ സാന്നിധ്യം നമ്മളിൽ വസിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവിക ശക്തി, ഈ ശക്തി നമ്മളെ സത്യത്തിലേക്ക് നയിക്കുകയും നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവശക്തിയുമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമല്ല, അവൻ്റെ ജീവന്റെ ശക്തി കൂടെയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മനുഷ്യരിൽ വസിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 2-ാം വചനം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അപ്പം അവിടെ അത് ഒരു ഇരുട്ടിലാണ്, അത് ആഴമായ ഇരുട്ട്. ഈ ആഴമായ ഇരുട്ടിലെ ദൈവപ്രകാശം മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ റൂഹ എലോഹിം എന്ന് പറയുന്നു. ഈ റൂഹ എലോഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിശിഹായുടെ ആത്മാവാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആ പരിശുദ്ധാത്മാവ് എങ്ങനെ നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നോക്കാം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശു പറഞ്ഞിട്ട് പോയായിരുന്നു. യേശു ഒരു വാഗ്ദാനം ചെയ്തായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ അയക്കുമെന്ന്. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ 16-ാം വചനം പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഇവിടെ മറ്റൊരു സഹായകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു സഹായകൻ എന്ന് അവിടെ നിന്ന് പറയുന്നത്? ആൾറെഡി യേശു ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ചിരുന്ന കാലത്തിലാണ് ഇത് പറഞ്ഞത്. അപ്പം യേശു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിനെ പോലെ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവം ഇവിടുന്ന് യേശു പോവാൻ സമയത്ത് അവിടെ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് തനിയെ ആക്കിയിട്ട് ഞാൻ പോകത്തില്ല, നിങ്ങൾക്ക് എന്നെ പോലത്തെ ഒരുവനെ നിങ്ങൾക്ക് ഞാൻ നൽകും, ദൈവം നിങ്ങൾക്ക് തരും എന്നാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറയുന്നത്? അപ്പം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അത് സ്ഥിരമായിട്ടിരിക്കുന്ന, വന്നിട്ട് പോകുന്നത് പോലെ വന്നിട്ട് പോകത്തില്ല. അത് സ്ഥിരമായിട്ട് നമ്മളുടെ കൂടെ, മനുഷ്യനോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പൊ ഇവിടെ യേശു ഈ ഭൂമിയിലെ വിഷയങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ദൈവം എഴുതപ്പെട്ട കാര്യങ്ങളെല്ലാം
പൂർത്തിയാക്കി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വിട പറയുന്ന മുമ്പേ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു സഹായകനെ ഞാൻ തന്നിട്ട് പോകും. അപ്പം ആ സഹായകനെ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അവൻ നിങ്ങളടുത്ത് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തീർപ്പിനെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകില്ല, അനാഥരായി ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടിട്ട് പോകുകയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ യേശുവാണ് നമ്മൾക്ക് നൽകിയിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തത്. ആ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയായിരിക്കും. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കും. പാവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവൻ നമ്മൾക്ക് നൽകും. സത്യത്തിലേക്ക് അവൻ നയിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഒരു കുഞ്ഞ് പേടിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞ് ധൈര്യമായിരിക്കും. അതേപോലെ നമ്മൾക്ക് ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളോ, നമ്മുടെ സാഹചര്യങ്ങളുടെ കുടുംബ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മളെ വേദനപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. ആ സാഹചര്യത്തിലെല്ലാം യേശു, അതായത് പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഇരിക്കുന്ന കാരണം നമ്മൾ ഭയപ്പെടുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനവും വിശ്വസ്തതയും ശാന്തതയൊക്കെ ഉണ്ടാകും. കാരണം നമ്മുടെ കൂടെ ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭയപ്പെടുവാൻ പറ്റില്ല, ഭയം വരത്തില്ല. ഭയപ്പെടാൻ നമ്മൾക്ക് ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. ഒരു ശക്തി, ഒരു ബലനൊക്കെ അപ്പോഴും നമ്മൾക്കുണ്ടാവും. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ വിശ്വാസികളെ നയിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ജോൺ 16-ാം അധ്യായത്തില് 13-ാം വചനം എടുക്കുകയാണെങ്കിൽ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും. സ്വയം സംസാരിക്കുകയില്ല, കേൾക്കുന്നത് മാത്രമാണ് അവൻ പറയുന്നത്. അവൻ വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവൻ നിങ്ങളെ അറിയിക്കും. അപ്പം കേൾക്കുന്നത് മാത്രം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എവിടെ നിന്നാണ് കേട്ട് നമ്മളോട് പറയുന്നത്? അവിടെ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് ഇത് സത്യത്തെ വെളിപ്പെടുത്തുന്നു, തരുന്നു, പരിശുദ്ധാത്മാവാണ്. അപ്പം ദൈവത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ നമ്മളെ വെളിപ്പെടുത്തി തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. എന്താണ് ആ സത്യം? സത്യം എന്നത് വെറും അറിവ് മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വഴി യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി തരുന്നത്. ഈ പരിശുദ്ധാത്മാവ് എല്ലാം ഒറ്റ പ്രാവശ്യമായിട്ട് ഒരിക്കലും നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരത്തില്ല. നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യത്തിന് തക്ക രീതിയിൽ നമ്മൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. കുറച്ച് കാര്യമാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരികയും നമ്മളെ ക്രമേണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്. ഒറ്റയടിക്കൊന്നുമല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലും പ്രാർത്ഥന ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. സ്വയം അവൻ സംസാരിക്കുന്ന ദൈവമല്ലെന്ന് പറയുന്നു. സ്വയം അവൻ സംസാരിക്കുന്നില്ല, അവൻ ആരോടത്തുനിന്നോ കേട്ടിട്ടാ പറയുന്നത്. അതാരാണ്? പിതാവിൻ്റെ അടുത്തുനിന്നും യേശുവിൻ്റെ അടുത്തുനിന്നും കേൾക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അവൻ്റെ ഇഷ്ടത്തിനല്ല പറയുന്നത്, കേൾക്കുന്ന കാര്യം നമ്മളെ അറിയിക്കുകയാണ്. അതാണ് യേശുവിൻ്റെ ശബ്ദമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. വരുവാനിരിക്കുന്ന കാര്യങ്ങളെ അവൻ നമ്മളെ അറിയിക്കും. ഈ വരുവാനിരിക്കുന്ന കാര്യങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവചനാത്മാവാണ്. പ്രവചനത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് ഇനിയും അനേകം വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഇനി വരുവാനുള്ള കാര്യങ്ങളോ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ദിശ പറഞ്ഞു തരുന്നതും നമ്മുടെ ആത്മീയമായി നമ്മളെ വഴി നടത്ത ആത്മീയ പാതയിൽ കൂടെ നമ്മളെ പ്രാർത്ഥന
പാതയിൽ കൂടെ കൊണ്ടുപോകുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ്. അവൻ എല്ലാ കാര്യങ്ങളെയും ഉടനെ അങ്ങനെ വെളിപ്പെടുത്തത്തില്ല. നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങളെ അവൻ വെളിപ്പെടുത്തി തരും. അതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നാലാമത്തെ പോയിന്റ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 1 കൊറിന്ത്യൻ 3-ാം അധ്യായത്തിലെ 16-ാം വചനം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് പറയുവാണ്. അതായത് നമ്മുടെ ദൈവത്തിന്റെ ടെമ്പിളാണ്. ഇപ്പം ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കെട്ടിടത്തിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിന്റെ ശരീരം എൻ്റെ ആലയമാണ്, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്നൊരു ദൈവവചനത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ മനുഷ്യർ ദൈവത്തിന്റെ ഒരു ടെമ്പിളാണ്. അപ്പൊ ഈ മനുഷ്യരിൽ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതായത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹോളി സ്പിരിറ്റ് നമ്മളിൽ വസിക്കുന്നുവെന്ന് താൽക്കാലികമായിട്ട്, അതായത് ഹോളി സ്പിരിറ്റ് നമ്മളിൽ വസിക്കുന്നത് ഒരിക്കലും താൽക്കാലികമായിട്ടല്ല, അവൻ നിരന്തരമായിട്ടാണ് നമ്മളിൽ വസിക്കുന്നത്. സ്ഥിരമായി വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിനെ തേടുന്ന ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അവൻ ദാനമായിട്ട് നൽകുകയാണ്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല, അത് ഒരു ദാനമാണ്. ദൈവം നമ്മൾക്ക് അത് ദാനമായിട്ട് തരുന്നു. അപ്പൊ അവിടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പം ആത്മീയ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് ഒരു ആത്മീയമായിട്ട് ഒരു തിരിച്ചറിവ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ സാധാരണ നമ്മൾ എപ്പോഴും വിചാരിക്കും, ഞാനൊരു നോർമൽ വ്യക്തിയാണല്ലോ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ വളരെ വില ഉയർന്ന ഒരു വ്യക്തിയാണ്. കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ വലിയ ദൈവമാണ് നമ്മുടെ ചെറിയ ഹൃദയത്തിൽ വന്ന് അവൻ വാസമായിരിക്കുന്നത്. അപ്പൊ മനുഷ്യർ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു വാസസ്ഥലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളെ എപ്പോഴും നമ്മൾ താഴ്ത്തി കെട്ടാനോ താഴ്ത്തി സംസാരിച്ച് നമ്മളെ തന്നെ കുറവുള്ളവരായി നമ്മളെ കാണാൻ പാടില്ല. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണ്. കാരണം ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഇപ്പൊ ഒരു രാജാവിന്റെ വീടാണെങ്കിൽ, രാജാവിന്റെ വീടെന്ന് പറഞ്ഞാൽ ആ വീടിന് ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ. നോർമൽ പേഴ്സണൊക്കെ കയറി പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ രാജാവിന്റെ വീടിന് ഒരു പ്രത്യേകതയുള്ളതുപോലെ സർവശക്തനായ രാജാവും നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കുമ്പോൾ അപ്പോൾ നമ്മളിൽ എത്ര വിലപ്പെട്ടവരും വില ഉയർന്നവരുമാണ് നമ്മൾ. ഇപ്പം നമ്മൾ ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കുന്നു. ദൈവത്തിന്റെ വാസസ്ഥലമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധരായിട്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന ബോധ്യം എപ്പോഴും നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ താഴ്ന്ന ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ വ്യക്തിയാണ്. കാരണം ദൈവമായ സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുന്നത് കൊണ്ട് നമ്മൾ വില ഉയർന്ന വ്യക്തികളാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു, അവന്റെ സത്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ നമ്മൾക്ക് ആശ്വാസം നൽകുന്നു, അവൻ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മളെ നേർവഴിയിൽ, അതായത് നമ്മളെ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനും സത്യവും പാവവും എന്തെന്ന് മനസ്സിലാക്കുവാനും ദൈവം നമ്മൾക്ക് ഒരു ബോധ്യം തരുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷകനായി അവനോട് പ്രാർത്ഥിക്കുകയും അവനോട് അപേക്ഷിക്കുകയും ചെയ്യുക.
അവനെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് വചനം വായിച്ച് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തന്നെ ചോദിക്കുന്നവർക്ക് അധികമായിട്ട് തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും നമ്മൾക്ക് വരും. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഹൃദയത്തിനും നന്നായിട്ടൊരു സമാധാനവും ശാന്തതയും വരും. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക. കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.